ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തമിഴ് നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകും. പിന്നെ ക്രാഫ്റ്റ് ലാൻഡാണ്, കണ്ണിന് വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ഒന്നാമത് മനസ്സിലാവും ഫ്രീ ഗാർഡൻ എന്നൊക്കെയാണ് പേര്. നമുക്ക് അവിടെ ഞാൻ ഓൾറെഡി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെറുതെ ഇപ്പം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതൊക്കെ. പിന്നെ എൻ്റെ ഫോൺ സ്കോർ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ബാറ്ററി റാൻഡം മെഷീൻസ് ഒന്നും കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ട് മാത്രമല്ല വീഡിയോ എടുത്തിട്ട് വേറൊരു വീഡിയോ ഫുള്ളാവുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാവും. കാരണം എൻ്റെ ഇതിനകത്തുള്ള റാം കുറച്ച് മോശമായി. പിന്നെ റാം ശരിയാവട്ടെ, 3 GB ഉള്ള റാം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായി. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്തതിനു ശേഷം വേണം അടുത്തൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നാളത്തേക്കുള്ള. അങ്ങനെ വേണം ഗെയിം. അതുകൊണ്ട് നല്ല ഈ ലാഗ് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ലാഗൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്ത് തേർഡ് പാർട്ടി ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലാഗ് വരാതിരിക്കാൻ. ഇവിടെ മുളകുണ്ട്, മുളകെടുത്തിട്ടും ഇവിടെ ആപ്പിളുണ്ട്. പെട്ടെന്ന് ആപ്പിൾ പിടിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം. ഇതൊക്കെ മണ്ണ് നമ്മുടെ യഥാർത്ഥ ലൈഫാണ്. നമ്മളവിടെ പോയി കൃഷി ചെയ്ത് പണക്കാരനാണ് അത്രയ്ക്കുണ്ട് സാധനം. എന്തായാലും ഈ സമയം അവിടുന്നൊക്കെ ആപ്പിളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് ഇവിടെ മുട്ടയൊക്കെ ഇരിക്കുന്നതാണ് പറ്റി ഞാൻ പറഞ്ഞുതരാം വരികയെ. നിങ്ങൾക്ക് ആർക്കൊക്കെ ക്രാഫ്റ്റ് ലാൻഡിനെ പറ്റി അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇവിടുന്ന് ചോളം കിട്ടി, തക്കാളി കിട്ടി, അതിനുശേഷം തേങ്ങ ഉണ്ടാ തേങ്ങ അതിന് മുട്ട വല്ല തൊട്ടുണ്ട്. ഇതാണ് മുട്ട പ്രാവിൻ്റെ മുട്ട, മുയലിൻ്റെ മുട്ടയും എന്ത് തരം മുട്ട. തേങ്ങയുടെ ഓരോരോ മായതരം. ഇതാ നമ്മൾ വേറൊരു മുട്ട കൂടെ അവിടെ കുഴിച്ചിട്ടുണ്ട്. ഇതാണ് തേങ്ങ, അത് മുളക്, മറ്റേ തേങ്ങ. നമുക്ക് നമ്മൾ ഒരു ക്യാരറ്റ് വിത്തുള്ളൂ. നമുക്കിവിടെ ക്യാരറ്റ് വെച്ചിടാം. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഉള്ളിയും കൂടെ കുഴിച്ചിട്ടുണ്ട്. 2 ഉള്ളിയുടെ വിത്തുള്ളപ്പോൾ അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇവിടോട്ട് കൊണ്ടുവന്ന് ഈ മഞ്ഞ മുട്ടയും കൂടെ കുഴിച്ചിടാം. കുഴിച്ചിങ്ങനെ മുട്ട വളരുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എല്ലാം ഗിരീനയുടെ ഓരോരോ മായകാര്യങ്ങൾ അത്രേ പറയുള്ളൂ. ഇതെന്ത് ലോട്ട് ബോക്സ്, ഇതെന്ത് ലോട്ടാ ബാറ്ററി കോയിലൊന്നുമില്ല. ക്ലൗഡ് ലാൻഡല്ലേ. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മുട്ടയൊക്കെ നോക്കിയിട്ട് പ്രാവിൻ്റെയും മുയലിൻ്റെയും മുട്ട വിറ്റ് ഒരു മുട്ട വാങ്ങിക്കാം. പൈസ ഇല്ല. എന്തായാലും നമുക്ക് ഇപ്പോഴത്തോട്ട് നമുക്ക് തണ്ണിമത്തൻ്റെ വിത്ത് വയ്ക്കാം. അതിന് നമുക്ക് നമ്മളെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കാം. വിളവെടുത്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് വിളവായിട്ട് കിട്ടി. കുറേ മുളക്, തേങ്ങ, തക്കാളി, ചോളം, അതേക്കുറിച്ച് ആപ്പിളും കിട്ടി. ഇത്രയും കിട്ടി. നമുക്ക് ഇതൊക്കെ ഒന്ന് സെയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. അത് വേറെ കാര്യം. ഞാൻ ഇവിടെയൊക്കെ ചുറ്റി കാണിച്ചാലേ ഇതൊക്കെ കണ്ട കേസ് ഇവിടെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഈ മസ്ട്രോമൊക്കെ ഇങ്ങനെ ലൈറ്റ് എത്തുന്നുള്ള എനിക്കറിയാൻ പറ്റും. എല്ലാം ഗരീനമായത് അത്രേ പറയാനുള്ളൂ. ഗരീനം ചോദിച്ചാൽ എന്ത് നടക്കാത്തത് അല്ലേ. ആണെങ്കിൽ പറന്ന് പറവയുടെ വണ്ടി നമുക്ക് വേണമെങ്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വരും. ഇത് നമ്മുടെ ഞാൻ വിചാരിച്ചത് നമ്മുടെയാണ്. ഇത് വേറെ ഇതിൻ്റെ നല്ല റിച്ചായിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ റേ ഒന്ന് കൈ കാണിക്കും. നമുക്കത് കാണിച്ചത് പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റുന്നുണ്ട്. ഇവിടെ ഒന്ന് ഒരു വിഷുവിന് നട്ടാത്ത കുറേ അധികം ഗാർഡൻസ്. ഇപ്പോഴത്തെ നോക്കിയാൽ നല്ല റിച്ചായിട്ടുള്ള ഗാർഡൻ. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റെയിൻ കഴിയുമ്പോൾ നമ്മൾ നിന്ന് നോക്കിയാൽ വേറെ വ്യൂ വ്യൂ എന്നൊക്കെ ചോദിക്കുന്നു. വിളിച്ചുവെത്തിനെ അപമാനിപ്പിക്കുന്നത് നമ്മളെ ഗാർഡൻ ചെയ്താണ്. അതെന്ത് കിട്ടിയല്ലോ ഇപ്പം ഡേറ്റ് നമുക്ക് എന്തെങ്കിലും എടുത്ത് പോകാം. ഈ 5 ദിവസം കൂടെ ഉള്ള ഈ സാധനം എടുക്കാൻ പറ്റുന്നത്. അയ്യോ, ഒരു 5 ദിവസം കൂടെ ഉള്ള നമുക്ക് കളിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കളിക്കും ചെയ്യും. ഒരാളെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഒരാളെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ഇത് കളിക്കും. നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് കളിപ്പിക്കും. അപ്പം അതായത് ഒപ്പത്തുള്ള തേങ്ങയും കൂടെ ഒന്ന് കുഴിച്ചിട്ടില്ല. ഇവിടെ തന്നെ മായാതേലുള്ള മണ്ണായി. ഇവിടെ എത്രയൊക്കെ മണ്ണ് ഇവിടെ റിയലൈസ് വന്ന ആ സ്ഥലത്ത് പോയി ഞാൻ കൃഷി ചെയ്ത് പണ്ടൊരു പണക്കാരനായിരുന്നു. എത്രത്തോളം വിളിച്ചാലുണ്ട്. കണ്ട ഒറ്റയടിക്കൽ എത്ര ആപ്പിളൊക്കെ വിളിച്ചു വന്നാണ്. മിനിറ്റ് പോലും വന്നില്ല, ദിവസം പോലും ഇല്ല. കുറച്ച് മിനിറ്റ് പോലും എടുത്തില്ല. അത്ര വട്ടം ഗരീനയുടെ ഓരോ മായകാര്യങ്ങൾ നോക്കണേ. ഇത് അതുണ്ട് സിൽവർ മനസ്സിലായോ, സിൽവർ തേങ്ങ.
വെള്ളത്തേങ്ങ എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ, സ്വർണ്ണ മുട്ടയിടുന്ന താഴെ, അതുപോലെ തന്നെ വെള്ളിത്തേങ്ങ ഇരുന്നാണ് തെങ്ങ്. എല്ലാ തേങ്ങയ്ക്കകത്തും വെള്ളിത്തേങ്ങ കിട്ടും. അതുപോലെ സൂര്യൻ നല്ലോണം ജ്വലിച്ചിരുന്നു. പച്ചവെള്ളത്തിൻ്റെ ഒക്കെ ഒരു വഴുക്കുന്ന ടേസ്റ്റ് കോക്കനട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് അല്ല കണ്ട, നമ്മൾ നേരത്തെ ഇട്ട തേങ്ങയുടെ വിത്തായത് ഇട്ടോട്ടെന്നുള്ളൂ ചോദിച്ചോന്നുള്ളേ. ചൂടുള്ള തേങ്ങ നമുക്ക് എടുക്കാം. തേങ്ങ 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 1 കിലോ തേങ്ങ 6 രൂപ. അങ്ങനെ പറഞ്ഞാൽ വിറ്റാൽ ഇത്രയും തേങ്ങ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഹൗസ് ഫുള്ളായി. ഇതൊന്നും ഫുള്ളായില്ലേ, 100 ആയാലും നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതൊക്കെ അവിടെ ഇടും. അപ്പോൾ നേരത്തെ എടുത്ത കോണാണ്, അതാണ് തന്നെ ഇരിക്കുന്നുണ്ടോ. എന്ത് സാധനം, ഒരു സൂര്യാന്തിയുടെ സാധനമാണ്. സാധനത്തിന് ശബ്ദമൊന്നും അറിയില്ല. കോടകം കണ്ണിക്ക് പേടുന്നു. ക്യാരറ്റ് കണ്ണിക്ക് പേടണം, അമ്മയ്ക്ക് പേര് ഇതെന്ത് സാധനം മനസ്സിലാവുന്നില്ലല്ലോ. എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. മാറ്റി സ്കിപ്പ് അടിച്ചു. ഗോട്ടിക് പൈനാപ്പിൾ സീഡ്, പൈനാപ്പിൾ സീഡ് ഇട്ടിരുന്നു. എന്നിട്ടെന്ത് ഗോട്ടിക് സാധനം, ഗോട്ടിക് ബനാന ഇതൊക്കെ എവിടെ എനിക്ക് മനസ്സിലാവില്ല. എന്തോ നാളെ വരുന്ന സമയമാണ്. ക്യാപ്റ്റൻ്റെ വായിക്കുന്നുണ്ട്. ഏതാ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, അടുത്ത സിൽവർ തേങ്ങ അടുത്ത ഇന്ത്യ വേറെ കുറെ സാധനങ്ങൾ പെട്ടെന്ന് തരണമല്ലോ. അതാണെങ്കിൽ പിന്നെ സിൽവർ തേങ്ങ കിട്ടി കേസ്. അപ്പം രണ്ടാമത്തെ സിൽവർ തേങ്ങ കിട്ടി. കണ്ട കേസനായാലും തേങ്ങനകത്തൊക്കെ വെള്ളി കിട്ടുന്ന കാലം സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് മനോഹരമായ കാലം. അത് ഗാർഡൻ്റെ എഫിഷ്യൻസി ഉണ്ടോ. അവിടെ കിള്ളിച്ചെടിയുടെ കടയിൽ ചെന്നിട്ട് വിൽക്കട്ടോ. നമുക്കിതെല്ലാം വിൽക്കട്ടെ. കിള്ളിയെല്ലാം നമ്മളെ ഗരീനയുടെ മെയിനാണ്. ഇതൊക്കെ കൊണ്ട് ഗരീനെന്തായാലും എന്തോ ചെയ്യണ്ടേ. ഇതൊക്കെ വേറെ ഫണ്ണായിട്ടുള്ളതാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇതുകൊണ്ട് ഇപ്പം വേറൊരു ഉപകാരം വന്നു. അത് ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും അത് കാണും. നിങ്ങൾ ഇത് കളിക്ക്. എന്നിട്ട് ആ സാധനമൊക്കെ എടുക്കുക. ഒരു ബനാനയുടെ ഹാറ്റ് വന്നിട്ടുണ്ട്. ആ സാധനമൊക്കെ എടുക്കാനും പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് അവിടെ നിന്നാണ് ബനാനയിലൊന്ന് പോയിട്ട് പോയിട്ടില്ല. ബനാനയിലോ ഞാൻ ലോട്ടിട്ട് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്താ ചാർജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. ചോദിക്കില്ലായിരുന്നു. പിന്നായിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന ഹുവേ. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഹുവാജോ എന്നൊക്കെ പറഞ്ഞ് എനിക്കെന്തോന്നും മനസ്സിലില്ല. നമ്മളാണ് പറഞ്ഞത് ഫിഫയുടെ അവൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ക്യാരക്ടർ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ അധികം ഉപയോഗിക്കാറുമില്ല. ഞങ്ങൾക്ക് സ്ട്രോബെറിയുടെ സീഡ് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി കൃഷി ഞാൻ കുറഞ്ഞ കേസ്. ഇവിടെ നവിയോ ഇവിടെ ഒരു ബാത്റൂമിൽ കഴിയും. വോയിസോട് കൊടുക്കാൻ വേണ്ടി പഠിക്കുന്നത് നവിയോ മൈക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പം വളരെ കഷ്ടപ്പെടാം. എന്നാലും ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നു. എന്നാലും നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുള്ളൂ കേസ്. ഇവിടെ സിൽവർ ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തണ്ണിമത്തനൊക്കെ വലിയ കുട്ടികളെ നമ്മളെന്തായാലും അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇവിടുന്ന് ചാർജ് ചെയ്യാറായി കേസ്. ഇപ്പം വേണമെങ്കിൽ ചാർജ് തീരും. അങ്ങനെ ശ്രദ്ധിക്കണം. കുറച്ച് ചാർജേ ഉള്ളൂ. എനിക്കൊണ്ട് കുത്തിയിട്ട് പറ്റിയിട്ട് പിന്നെ എന്തതാട്ടോ നമുക്ക് ഇവിടുന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ വെച്ചിട്ട് പോകണമേ. ഞാൻ കാണിച്ചു തരാം. ബാക്കൗട്ട് ആവട്ടെ. ബാക്കൗട്ട് എനിക്ക് ചൂടെടുത്തിട്ട് ഇതിനകത്ത് നിന്നിട്ട് ഇല്ല. ഇവിടെ അറിഞ്ഞിരിക്കുക ഒരു എയർഫോ മാത്രമുള്ളൊരു ബാത്റൂമിനകത്ത് തന്നെ ഞാൻ വോയിസോട് എടുക്കുന്നത്. ചാർജ് ഇപ്പം ചാർജ് ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാവും. ഇത്ര ഞാൻ കഷ്ടപ്പെട്ടെല്ലാം പോകും. പെട്ടെന്ന് ഇരിക്കട്ടെ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഞാൻ ഇപ്പം മെയിൻ കളിച്ചോണ്ടിരിക്കുമ്പോഴായിട്ടുള്ള കാര്യമില്ല പറയുന്നത്. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് 2% ചാർജ് ചെയ്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത്ര ശ്രദ്ധിച്ചത്. ഓക്കെ, 2% എപ്പം വേണമെങ്കിൽ തീരാം, ഓഫ് ആവാം. അപ്പം തന്നെ കുറച്ച് ഡിം ലൈറ്റ് ഇതൊക്കെ ഇട്ട് ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് വെച്ച് ബാറ്ററി സേവറൊക്കെ ഓടൊക്കെ ഇട്ടിട്ടൊക്കെ കളിക്കുന്നത്. അല്ല വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എടുത്ത് 13 മിനിറ്റ് ഉണ്ട് വീഡിയോ. സ്റ്റഡിയും കൂടി ജീവയുടെ കാര്യം മറന്നിട്ടില്ലല്ലോ. പെട്ടെന്ന് 1K ആക്കി തന്നാൽ മതി. നമുക്കും വേണ്ട. പിന്നെ സിൽവർ
പേർക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ ഇത് അത്രയും പേര് പോലും ഇല്ല, ഒരു സബ്സ്ക്രൈബർ. നമുക്ക് ഇവിടെ എന്താ കാണിച്ചാൽ ഇവിടെ കുറേ നേരം കണ്ട് വെറുതെ ഇനിയൊക്കെ ഞാൻ ബാക്ക് അടിക്കണ്ടേ രാത്രിയായി. ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങി. നമുക്കിവിടെ ബാക്കറാണ് പറ്റുന്നത്. ചാർജൊക്കെ പെട്ടെന്നോട്ട് ബാക്കാവുന്നില്ല. എന്താ ചെയ്യും? ഞാൻ എന്തൊക്കെ എവിടെയും ചെയ്യുന്നുണ്ട് ബാക്കാവാൻ വേണ്ടി. അത് ബാക്കാവാനുള്ള ബട്ടനും കാണുന്നില്ല. ശരി, ഇതിനകത്ത് പെട്ടാ ഇടിച്ചുകൂടാ. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ചടിക്കരി പിന്നെ ഇങ്ങനെ ബാക്കാവുന്ന ഇതൊന്നും വേണ്ട. ബാക്കാവട്ടെ. ഞാനൊക്കെ ഞെട്ടിക്കൊണ്ടിരിക്കട്ടെ. ശ്രമിക്കൊന്നും പറ്റുന്ന മൊബൈലിലാണ് കളിക്കുന്നു. ബാക്കാവാണ്ട് പെട്ടെന്ന് അപ്പൊ ഞാൻ റിവാർഡ് മുടങ്ങി അഞ്ചാണ്. ഇതാണ് ആദ്യം ക്ലാസ് ലാൻഡിങ്. ആദ്യം തന്നെ മനസ്സിലാക്കാൻ എനിക്കറിയാം. നമ്മൾ ഇവന്റിലെടുത്താൽ ഇവിടെ ബ്ലൂ ലോക്ക് വണ്ടിൻ്റെ തേർഡായിട്ട് സാധനമാണ് ഫ്രീ ഗാർഡ്. അതിനകത്താണ് നമുക്ക് റിവാർഡ് കിട്ടുന്നത്. ആ റിവാർഡിനകത്തുനിന്നുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മാസ്കാണ് ഞാൻ മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. ഞാൻ കാണിച്ചാണ് ഇപ്പം ക്യാരറ്റിൻ്റെ മാസ്ക് കാണിച്ചതായിപ്പം മനസ്സില്ല. ഞാൻ അടുത്ത വീഡിയോ കാണിച്ചാൽ എടുത്തതിന് ശേഷം. അപ്പം ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് എന്തായാലും ഫോണിൽ മുമ്പ് ഒരു കാര്യം കൂടെ പണിയിട്ട് കേട്ടു. എൻ്റെ ഈ ഗിൽഡ് കണ്ടത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് അതിൻ്റെ ഫസ്റ്റ് ലെവല് അവസാനിപ്പിക്കലായി. 1487 ഗ്ലോറിയ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് പാർട്ടി ലോബി ചെന്നാൽ ഈ ബണ്ടിലേക്ക് കിട്ടുന്നുണ്ട് കേസ്. ഞാൻ 5 ദിവസം കൂടെ ഉള്ളു ഈ ബണ്ടിൽ പോകും കേസ്. എനിക്കാണെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴുള്ള നോബുകൾ കംപ്ലീറ്റ് വിളിച്ചിട്ടില്ല കേസ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഫ്രീ ആയിട്ട് എത്തുന്ന ഒരു അടിപൊളി വണ്ടിയിൽ ഒരു വിളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളൊന്ന് വിചാരിച്ചത് കേസ് എൻ്റെ ഒക്കെ അവസ്ഥ. അപ്പം എന്നെ മാത്രം അവസ്ഥയല്ല, പല നോബുകളുടെ അവസ്ഥയാണ്. 410 ഉള്ളൂ സഹിച്ചത്. ഇത്രേ ഉള്ളൂ കേസ്. നമുക്ക് ബാക്കണം. നമുക്കെന്തായാലും ഇനി അടുത്ത വിളിക്കണം. അപ്പം ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ട്